എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം? ജീവിത പ്രശ്നമല്ലോ. ഇരിക്കുന്ന വീടും സ്ഥലവും പോവാന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ, പിന്നെ ഒരു രക്ഷയില്ല. ഇപ്പൊ മാറി ചിന്തിച്ചു. ഇനി വേറെ ചിന്തിക്കല്ല, അത് വോട്ടിലൂടെ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ പ്രതികരണം ഞങ്ങളുടെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വാളെടുത്താൻ വാളല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെ പ്രതികരിക്കില്ല. ഒരു ചെവി കാണിച്ചാൽ മറു ചെവി കാണിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങളുടെ പ്രതികരണം സൈലന്റ് ആയിട്ടാ, വോട്ടിലൂടെ അങ്ങനെ ചെയ്യുള്ളൂ. ശക്തമായിട്ട് ഉറച്ചാണ്. ഈ ബി.ജെ.പിയുടെ നേതാക്കന്മാർ നിങ്ങളെ സമീപിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല, അത് നമുക്കറിയാലോ. അവരെ നേതാക്കന്മാർ സാധാരണ വരുന്ന മാതിരി എല്ലാവരും വരുന്ന മാതിരി വരുന്നുണ്ട്. നമ്മൾ അവരെ സമയം ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. അല്ല, അവര് സമീപിക്കണ്ടേ? അതിപ്പോ രാഷ്ട്രീയമാകുമ്പോ എല്ലാവരും സമീപിക്കും. അതിലല്ലോ ഞങ്ങളുടെ ജീവിത പ്രശ്നം ഞങ്ങൾ സ്വയം മനസ്സിലാക്കി മാറണ്ട. ആ മാറ്റം പിന്നെ തിരിച്ച് എവിടെയും പോയില്ല, അതിൽ ഉറച്ചു നിൽക്കും ഞങ്ങൾ. അത് ഇവിടെ കൃഷ്ണകുമാറിനുള്ള വിജയം, നിങ്ങൾ ഒരു 6000-ഓളം ക്രൈസ്തവ വോട്ടുകളാണ് ഇവിടെ ഉള്ളത്. അതിൽ എത്ര ശതമാനം കിട്ടാനുള്ള സാധ്യതയാണ്? ശതമാനമല്ല, ഒരു 5000 വോട്ടാ കിട്ടും. പെർസെന്റേജ് ഞാൻ നോക്കണില്ല, ഒരു 5000 വോട്ട്. പറയാനുള്ള കാരണം എന്താ? നിങ്ങൾ